അതന്നെ സംഗതി. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞത് അസ്ലുമുള്ള കളിയാണ്, അത് ഫറവുമല്ല. ഈ സുന്നത്ത് ജമാഅത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ ഒരു കാരണം അത് അസ്ലിലാണ് കളിക്കുന്നത്, ഫറയിലല്ല എന്നുള്ളതാണ്. അസ്ല് കേടുവരുത്താൻ സമ്മതിക്കൂല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫറ് പിന്നെ ഉണ്ടായിക്കോളുന്ന്. ഫറ് എപ്പോഴും ഉണ്ടാവാലോ. അസ്ല് പോയാൽ തിരിച്ചു വരാൻ പ്രയാസാണ്. പോയോരാരും മടങ്ങിയ താരീഖില്ല. ഉണ്ടെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണാൻ പറ്റും, അത്രേ ഉണ്ടാവുള്ളൂ. പോയ തന്നെയാണ്, മടക്കല്ല. ഈമാനെന്നാണ് പോയത് തന്നെയാണ്, മടക്കല്ല. ഇന്ന് ഉമ്മത്തില് ഗൗരവം നഷ്ടപ്പെട്ട 3 തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറവാണ്, മൂന്നാമത്തേത് രിദ്ദത്തിന്റെ കാരണങ്ങളാണ്. 3 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്ത് സൂക്ഷ്മത കുറവ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും വ്യഭിചാരമാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ഒരു തുണിഷാപ്പാണെന്ന് വിചാരിച്ചോളി, ഒരു കണ്ണടപ്പീടിയാന്ന് വിചാരിച്ചോളി, ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളി, ഒരു ട്രാവൽസ് ആന്ന് വിചാരിച്ചോളി. 2 ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, ശമ്പളം കുറച്ചു കൊടുത്താൽ മതി. 10 കുട്ടികൾ വന്നു. 2 എണ്ണം വെളുത്തതും 4 എണ്ണം കറുത്തതും. വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ. പീടിക്ക് 2 ആൾ കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മള്. അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, ഹദീസിൽ നസ്സാണ്. അൽ ഐനാനി സിനാഹുമാ അൻ-നദറു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നസ്സായി പറഞ്ഞിട്ടുണ്ട്. വരിജ്ലാനി സിനാഹുമാ അൽ-മശ്യു. കാലിന്റെ വ്യഭിചാരം നടത്തമാണ്. വല്യദാനി സിനാഹുമാ അൽ-ബത്ഷു. കയ്യിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തൊടലാണ്. നാവിന്റെ വ്യഭിചാരം എന്നാൽ സംസാരമാണ്. വ്യഭിചാരം പലതുണ്ട്. സഹവാസ വ്യഭിചാരമുണ്ട്, എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്, ഒക്കെ വ്യഭിചാരമാണ്. ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ, അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ്. മനസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും തോന്നിയതിനെ അല്ലാഹു തആല ശിക്ഷിക്കൂല. കാരണം അത് അവന്റെ പിടുത്തത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിന്റെ മേലക്കാണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിലേ വരുള്ളൂ. കാണലും നോക്കലും രണ്ടാണ് കേട്ടോ. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അത് രണ്ടാണ്. തിങ്കളാഴ്ച 9:35 കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു. ബുധനാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു. വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു. അവിടുന്ന് അങ്ങോട്ട് നോക്കലാണ്, ഇതുവരെ ഉള്ളത് കാണലാണ്. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അതാണ് കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഗൗരവം കുറഞ്ഞു, വ്യഭിചാരം ഗൗരവം കുറഞ്ഞു. അതന്നെ. രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയായാലും വേണ്ടില്ല, കുറച്ച് കാര്യം ഉണ്ടായാൽ മതി എന്ന് ആലോചിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. എന്താ വിഷയം? എങ്ങനെ നഷ്ടപ്പെടാന്നുള്ളത് അറിയില്ല. ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ, ബറക്കത്ത്. നമ്മൾ റജബ് മാസമായ ദോരക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം നീ റബ്ബനാ. ബറക്കത്ത് എല്ലാ സാധനത്തിലും ബറക്കത്തുണ്ടാവുമെന്നാണ്. മക്കളിൽ ബറക്കത്ത്, ഇൽമിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, സ്ഥാപനത്തിൽ ബറക്കത്ത്, സ്ഥലങ്ങളിൽ ബറക്കത്ത്, കൃഷിയിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്. ചില നാടിന് തന്നെ ഒരു ബറക്കത്തുണ്ടാവും, ചില മനുഷ്യന്മാർക്ക് ഒരു ബറക്കത്തുണ്ടാവും, ചില സംസാരങ്ങൾക്ക് ഒരു ബറക്കത്തുണ്ടാവും,
ചില വസ്തുക്കൾക്ക് ബറക്കത്ത് കൂടുതലുണ്ടാവും. എല്ലാം ഉണ്ട് ബറക്കത്തുള്ളതും. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാകുന്നു ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോനെ തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്തു തരണേ എന്നാണ്. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആശുപത്രി കൊടുക്കാൻ തയ്ക്കില്ല. ബറക്കത്തുള്ളത് കുറച്ച് മതി. എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും, സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും. ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും. സമ്പത്തിലെ ബറക്കത്തിന് പോയാൽ ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം പോകും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ് അമൽ ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും. ഇൽമിന്റെ ബറക്കത്തിന് പോയാലേ പിന്നെ ഓന്റെ ഇൽമ കൊണ്ട് 4 വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ, അമൽ ചെയ്യാൻ പറ്റൂല. ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനും ന്യായം ഉണ്ടാവും മൂപ്പരടുത്ത്. ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും. ഒക്കെ സമ്പത്തിന്റെ ബറക്കത്ത് പോയാലാ പോവുക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. മൂന്നാമത്തേത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു. നിസ്കരിച്ചില്ലെങ്കിൽ മുർത്തദ്ദാവൂല, നിസ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ്ദാവും. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോവില്ല. മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കലാണ് എന്ന് സജ്റിന് വേണ്ടി പറഞ്ഞതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. പേടിപ്പിക്കാൻ പറഞ്ഞതാണ്. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, ഹറാമാവും. അതേ സമയത്ത് നിസ്കാരത്തെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ദീനിൽ നിന്ന് പുറത്തായിരിക്കും. പള്ളി കയറിയില്ലെങ്കിൽ കാഫിറാവൂല, പള്ളി കയറിയിട്ട് നെജ്ജീസാക്കിയാൽ കാഫിറാവും. മുസാഫ് എടുത്തില്ലെങ്കിൽ കാഫിറാവൂല, മുസാഫ് എടുത്തിട്ട് നജസാക്കിയാൽ ആള് കാഫിറാവും. തന്നെ സംഗതി. കാഫിറാകുന്ന വിഷയങ്ങൾ, മുർത്തദ്ദാകുന്ന വിഷയങ്ങളിൽ ഗൗരവം കുറഞ്ഞു വരുന്നു. നമ്മൾ അമലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒക്കെ ഇൻസൾട്ട് ആണ്. എല്ലാം ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയൊക്കെ ഉണ്ട്, ജമാഅത്ത് നോൽമ്പോൽക്ക് ഉണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമാക്കൊക്കെ പോയി വരും. എന്ത് ജുമാ? ഇൻസൾട്ട്. മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. രിദ്ദത്തിന്റെ ഏറ്റവും അസ്ലിയായ കാരണം ഖൽബിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യം കുറയലാണ്. രിദ്ദത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൽബിൽ പ്രാധാന്യം കുറഞ്ഞു വരിക. മുനാഫിക്കുകളുടെ നേതാവുണ്ടായിരുന്നു അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂൽ. മുനാഫിക്കുകളുടെ എന്താവാ? നബി തങ്ങളെ ഇത്തരടങ്ങാറാക്കിയ വേറെ മനുഷ്യല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയത് ഈ അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂലാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു, നല്ല മൂമിനായിരുന്നു. മോന്റെ പേര് അബ്ദുല്ലാ തന്നെയാണ്. അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂൽ. വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ്, മോന്റെ പേര് അബ്ദുള്ളയാണ്. നല്ല മൂമിനാണ്. മകനായ അബ്ദുള്ള ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, നിങ്ങക്ക് നിന്റെ വാപ്പാനെ കൊല്ലണം എന്നിട്ട് അഭിപ്രായം ഉണ്ടോന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ഞാൻ അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനൊന്നുമല്ല. എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, നബിയെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഏൽപ്പിക്കരുതേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ ചെയ്തോണ്ട്. അതാണ് ഈമാൻ എന്ന സാധനം. ഇതാണ് ഈമാൻ. ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അബൂ ഉബൈദത്തു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അമീൻ എന്നുള്ളതിന് വേണമെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാം. അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ സെക്രട്ടറി ആകുന്നു. പുന്നാര നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ അബൂ ഉബൈദന്റെ പ്രത്യേകത? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി വന്നു. ശത്രുക്കൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മറ്റൊരു പക്ഷത്തും അണിനിരന്നിരിക്കുന്നു. ശത്രുപക്ഷത്തെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ജറാഹ് ഉണ്ട്, മുസ്ലിം പക്ഷത്ത് അബൂ ഉബൈദയും ഉണ്ട്. വാപ്പാക്ക് തോന്നി ചെക്കനട് കിട്ടിയ തരക്കടില്ല എന്ന് തോന്നി, ഒരു കൈ നോക്കാലോ എന്ന് തോന്നി. ഇത് മനസ്സിലാക്കിയ അബൂ ഉബൈദ മെല്ലെ അങ്ങോട്ട് മാറിന്ന് വാപ്പാനേറ്റ് വേണ്ടെന്ന് വിചാരിച്ചു. ജറാഹ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ആ മറവില് നിക്കണ ഓനണ്ട് ഇറക്കിയായിരുന്നു. അവിടെ ആ മാറി നിക്കണേ ഒരു ചങ്ങായില്ലേ, ആ തെങ്ങിന്റെ മറവില് ഓനങ്ങോട്ട് ഇറക്കിയായിരുന്നു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒന്നും കൂടി മാറി, ഇനിയിപ്പോ വാപ്പാനേറ്റ് നോക്കാനാവൂല എഴുതിയിട്ട്. അതിൽ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ എന്റെ വാപ്പ എന്ന് പറഞ്ഞു മൂപ്പര്, വാപ്പാനെ വിളിച്ചിറങ്ങുമെന്ന് എഴുതിയിട്ട്. അബൂ ഉബൈദ വിചാരിച്ചു, സംഗതി ഇപ്പൊ എന്റെ വാപ്പാനെയാണ് വിളിച്ചു ആള് മൂപ്പരനല്ലേ, ഇറങ്ങാനാവൂല, തീരുമാനിച്ചു അവിടെ തന്നെ എന്ന്. അതിൽ ഉമ്മാനെ ചീത്തറിഞ്ഞു, എന്റെ ഉമ്മ തള്ളാന്നൊക്കെ പറഞ്ഞു. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, സംഗതി ഇപ്പൊ എന്റെ ഉമ്മാനെ പറഞ്ഞാല് മൂപ്പര പെണ്ണുങ്ങളാണല്ലോ, പറഞ്ഞോട്ടെ വിചാരിച്ച് ഇറങ്ങിയില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയതേ ഉള്ളൂ. അബൂ ഉബൈദത റഅ്സുൽ ജറാഹ്, ഒരു ചാട്ടം ചാടുന്നത് കണ്ടു. പിന്നീട് നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിലുണ്ട് വാപ്പയായ ജറാഹിന്റെ തല. അപ്പ പറഞ്ഞതാണ് അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ അമീനാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു. ജോർഡാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ.